സങ്കീർത്തനം 126:5 മനോഹരമായ വചനമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്ന അനേകം പേർ, അവരെ കാത്തിരിക്കുന്നത് ആനന്ദമാണെന്ന്, ആഘോഷമാണെന്ന് തമ്പുരാൻ പറയുക. ഇപ്പോൾ നിന്റെ ജീവിതത്തിന്റെ ശോഭ ഒരുപക്ഷെ കണ്ണുനീരുകൊണ്ട് നിറയപ്പെട്ടതാവാം. വീക്ഷിക്കുന്നവരെല്ലാം തോർന്നു മാറാത്ത നിന്റെ കണ്ണുനീര്, പെയ്തു തീരാത്ത മഴ പോലെ ഒന്നിനുവേറെ ഒന്നൊന്നായി കണ്ണുനീരനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ഈ കണ്ണുനീര് മാറുമെന്നേ. ഈ പ്രതിസന്ധികൾ മാറും. ഈ ചെങ്കടൽ അനുഭവം മാറും. നീ ഇവിടെ നിന്ന് അപ്പുറം കടക്കും. ഈ ചെങ്കടലിനപ്പുറത്ത് സ്വർഗത്തിലെ നല്ലപ്പൻ ആനന്ദം കൊണ്ട് നിന്നെ നിറയ്ക്കാൻ കാത്തിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാമോ? എന്നും എക്കാലവും ഈ പെയ്തു മാറാത്ത മഴ എന്നും ഇങ്ങനെ കണ്ണുനീര് പോലെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. ഒരു പക്ഷേ തോന്നാം, എനിക്കെന്നും പ്രതിസന്ധിയാണല്ലോ, എനിക്കെന്നും വിഷമമാണല്ലോ, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ, എനിക്കെന്തോ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലല്ലോ. സ്നേഹമുള്ളവരെ, നിന്നെ കാത്തിരിക്കുന്ന ആനന്ദത്തിലേക്ക് നീ അടുത്തിരിക്കുന്നു എന്നതാണ്, നീ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വിശ്വസിക്കാൻ, ബലം തരാൻ ഈ വചനത്തിനൊരു പവറുണ്ട്. സ്നേഹമുള്ളവരെ, ഹൃദയപൂർവ്വം ഈ അഭിഷേക വചനം കണ്ണുനീരോടെ വിതയ്ക്കുന്ന അനുഭവമാണ് കർത്താവ് എനിക്കെങ്കിൽ, നാളെ ആ ആനന്ദാഘോഷത്തിലേക്ക് ഞാൻ അടുക്കുന്നു എന്നത് ഈ വചനം എനിക്കൊരു ബലം തരുന്നു. പ്രിയപ്പെട്ട ഈ വചനം എൻ്റെ ഹൃദയത്തിന് അനുവർത്തമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദിവസം ഇന്ന് ആരംഭിച്ചാലോ? അനുഗ്രഹമാവട്ടെ.